അപ്പോൾ ഈ ലോകത്തിൽ 79 ബ്രോമിനും 81 ബ്രോമിനും തമ്മിലുള്ള റേഷ്യോ ആണ് 1:1. അപ്പോൾ ഇതൊരു ബ്രോമിൻ്റെ കൂട്ടം വന്നിരിക്കട്ടെ. അതിനകത്തുനിന്ന് നമ്മളൊരു ബ്രോമിനെ എടുക്കുക. അന്നേരം അത് 79 ബ്രോമിനാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതുപോലെ തന്നെ അത് 81 ബ്രോമിനാകാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പോൾ നമ്മളിവിടെ 79 ബ്രോമിൻ്റെ പ്രോബബിലിറ്റി 1/2 എന്ന് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ 89 ബ്രോമിൻ ആകാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ബ്രോമിൻ എടുക്കുമ്പം അത് 81 ബ്രോമിനാകാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഇത് നമ്മുടെ ബേസിക് 10ാം ക്ലാസ്സിൽ പഠിച്ച പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റാണ്. ഇനി നമ്മുടെ ഈ ബെൻസീറിങ്ങിലെ ഈ കോമ്പൗണ്ട് കണ്ടോ, അവിടെ 3 ബ്രോമിനുണ്ട്. ആ 3 ബ്രോമിന് വേണേൽ 79 ബ്രോമിനാകാം. അതിനകത്തെ 3 എണ്ണവും 81 ബ്രോമിനാകാം. ഇനി അതിനകത്ത് ഒരെണ്ണം 79 ബ്രോമിനും മറ്റേത് രണ്ടും 81 ബ്രോമിനാകാം. വേണമെങ്കിൽ ഒരെണ്ണം 81 ബ്രോമിനും മറ്റേത് രണ്ടും 79 ബ്രോമിനും ആകാം. അങ്ങനെ 4 രീതികളാണ് ഉള്ളത്. അപ്പോൾ ഈ 4 രീതിയും നമ്മൾ m+2, m+4, m+6 എന്നിങ്ങനെ എഴുതിയിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഈ 3 ബ്രോമിനും, അപ്പോൾ ആദ്യമേ നമ്മൾ എം എന്ന് പറഞ്ഞ സിഗ്നലാണ് കൺസിഡർ ചെയ്യുന്നത്. എം എന്ന് പറഞ്ഞ സിഗ്നലിൽ അതിൻ്റെ അർത്ഥം എന്നാ, 3 ബ്രോമിനും 79 ബ്രോമിനായിരിക്കും എന്നാണ്. അപ്പം 3 ബ്രോമിനും, ഇപ്പം ആദ്യത്തെ ബ്രോമിൻ നമ്മൾ എർത്തിൽ നിന്ന് എടുക്കുക. എർത്ത് എന്ന് പറയുന്നതാണ് ഇതെല്ലാം എടുക്കാനുള്ള ഒരു ജാറെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ സോഴ്സെന്നോ ഓർത്തോ. അപ്പോൾ എർത്തിൽ നിന്ന് ആദ്യത്തെ പ്രപഞ്ചം എയിൽ നിന്ന് ആദ്യത്തെ ബ്രോമിൻ എടുക്കാൻ, അല്ല, എർത്തിൽ നിന്ന് എ എന്ന് പറയുന്ന ബ്രോമിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഏത് 79 ബ്രോമിൻ. സെക്കൻഡ് കേസിലും 79 ബ്രോമിൻ, അതായത് ബി എന്ന് പറഞ്ഞ പൊസിഷനിലും 79 ബ്രോമിൻ വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. സി എന്ന് പറഞ്ഞ പോയിന്റിലും 79 ബ്രോമിൻ വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. കാര്യം എർത്തിൽ നിന്ന് 79 ബ്രോമിൻ നമ്മളിപ്പം ഇതിപ്പം ബ്രോമിൻ്റെ ഒരു വലിയൊരു സോഴ്സാണ്. ഈ സോഴ്സിൽ നിന്ന് നമ്മളിങ്ങനെ എർത്തിൽ നിന്നുള്ളൊരു സോഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള സോഴ്സാണ്. ആ സോഴ്സിൽ നിന്ന് നമ്മൾ 79 ബ്രോമിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് 79 ബ്രോമിൻ എന്നല്ല, ഇവിടുന്ന് നമ്മൾ കുറച്ചൊരു ബ്രോമിൻ എടുത്തു. ആ ബ്രോമിൻ 79 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം നമുക്ക് സംശയം തോന്നും എന്തിനായി ഗുണിച്ചതെന്ന്. അതിന് നമ്മുടെ ആ ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഉണ്ട് പറഞ്ഞു. അതായത് ഇപ്പം നമ്മൾ 2 കമ്പാർട്ട്മെൻറ്റ് അല്ലെ 2 ജാറുകൾ സങ്കല്പിക്കുക. ആദ്യത്തെ ജാറിൽ 2 ബോളും ഉണ്ട്, ബ്ലാക്ക് ബോളും ഉണ്ട്, 3 വൈറ്റ് ബോളും ഉണ്ട്. സെക്കൻഡ് ബി എന്ന് പറഞ്ഞ കമ്പാർട്ട്മെൻറ്റിൽ 2 വൈറ്റ് ബോളും ഉണ്ട്, 5 ബ്ലാക്ക് ബോളും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/5 ആണ്. സംശയം ഇല്ലല്ലോ. സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5/7 ആണ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് ബ്ലാക്ക് ബോൾസ് ഫ്രം ബോത്ത് കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെ 2 കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് 2/5 × 5/7 ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു ബോൾ എടുത്തു, ഇവിടുന്ന് ഒരു ബോൾ എടുത്തു, രണ്ടും ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി അല്ലേ ഇപ്പം പറഞ്ഞത്? അതെ, രണ്ടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. മുമ്പേ രണ്ടും എടുത്തത് എർത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ആദ്യത്തെ ബ്രോമിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി 3 ബ്രോമിൻ. എ എന്ന് പറഞ്ഞ പൊസിഷനിലെ ബ്രോമിനും ബി എന്ന് പറഞ്ഞ പൊസിഷനിലെ ബ്രോമിനും സി എന്ന് പറഞ്ഞ പൊസിഷനിലെ ബ്രോമിനും നമുക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എ എന്ന് പറഞ്ഞ പൊസിഷനിലെ ബ്രോമിൻ 79 ആകാനുള്ളത് 1/2. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പൊസിഷനിലെ ബ്രോമിൻ 79 ആകാനുള്ളത് 1/2. സി എന്ന് പറഞ്ഞ പൊസിഷനിലെ ബ്രോമിനും 79 ആകാനുള്ളതാണ് 1/2. അപ്പം ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ നമ്മൾ ഗുണിക്കുന്നു. ഇവിടെ ഈ ബ്ലാക്ക് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി ഗുണിച്ചതുപോലെ തന്നെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് m+2 എന്ന് പറഞ്ഞ സിഗ്നലാണ്. m+2 എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ അർത്ഥം എന്നാ, ഈ 3 ബ്രോമിനിൽ ഏതെങ്കിലും ഒരു ബ്രോമിൻ എന്ന് പറയുന്നത് 81 ബ്രോമിൻ ആയിരിക്കും. അങ്ങനെ 81 ബ്രോമിൻ ആകുന്നതുകൊണ്ടാണ് ടോട്ടൽ നമ്മൾ സാധാരണ എടുക്കുന്ന ടോട്ടൽ മാസിനേക്കാളും 2 കൂടി വന്നത്. അപ്പം നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ m+2 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബ്രോമിൻ എന്ന് പറയുന്നത്, ആ 81 ബ്രോമിൻ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ പൊസിഷനിലേ ആകാം, ബി എന്ന് പറഞ്ഞ പൊസിഷനിലേ ആകാം, സി എന്ന് പറഞ്ഞ പൊസിഷനിലേ ആകാം, ഏത് വേണേലും റാൻഡംലി ആകാം. നമുക്ക് ഇതിലേ ആയിരിക്കാം അല്ലെ ഇതായിരിക്കാം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയത്തില്ല. അപ്പം 3 പൊസിഷനിലും 81 ബ്രോമിൻ വരികയും വരാനുള്ള പോസിബിലിറ്റീസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 81 ബ്രോമിനും മറ്റേടത്ത് രണ്ടിടത്തും 79 ബ്രോമിനും ആകാനുള്ള പ്രോബബിലിറ്റി എഴുതി നോക്കാം. അപ്പോൾ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 81 ബ്രോമിൻ ആകാനുള്ളത് 1/2 ഇൻറ്റു ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ 79 ആകാനുള്ളത് 1/2 ഇൻറ്റു സി എന്ന് പറഞ്ഞ പൊസിഷനിൽ 79 ആകാനുള്ളതിൻ്റെ 1/2. ഓക്കെ,
അത് പ്ലസ്. ഇപ്പം നമ്മൾ എയിലാണ് 81 ബ്രോമിൻ എന്ന് വെച്ചത്. ഇനി നമ്മൾ ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ 81 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ആദ്യമേ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 79 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2 ഇൻറ്റു ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ 81 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2 ഇൻറ്റു നമ്മുടെ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ 79 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2. ഓക്കെ, അത് കൂട്ടി. ഇനി അടുത്ത ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സി എന്ന് പറഞ്ഞ പൊസിഷനിലാണ് 89 ബ്രോമിൻ, 79 അല്ല 81 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി. അതെന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ അത് എഴുതാൻ പോവാം. അപ്പോൾ ആദ്യമേ നമ്മൾ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 79 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2. ശേഷം ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ 79 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2. ശേഷം നമ്മുടെ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഏതാ 79 അല്ല, പകരം 81 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി 1/2. അപ്പോൾ ഇത് മൂന്നൂടെ കൂട്ടുന്നതാണ് പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ m+2 കൂട്ടി എഴുതി. എന്താ 1/8 + 1/8 + 1/8 3/8 എന്ന് എഴുതി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി 1/8 എന്ന് എഴുതി. ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഇവിടെ ഇപ്പം രണ്ടിൻ്റെ റേഷ്യോ 1:1 ആയതുകൊണ്ട് ഒരു കേസ് വരുന്നില്ല. അതേസമയം ഇപ്പോൾ ക്ലോറിനൊക്കെയാണ് 1:3 എന്നാണ്. അന്നേരം ഇതിപ്പോൾ 3 ക്ലോറിനായിരുന്നു. ഏത് ക്ലോറിനാണോ നമ്മുടെ ഐസോട്ടോപ്പ് ആകുന്നതനുസരിച്ച് എവിടെ ഇപ്പം 3/4 ആണെങ്കിൽ ഇപ്പം 3/4 ഇവിടെ 3/4 ഇവിടെ 3/4 അങ്ങനത്തെ രീതി വരും. അതൊന്ന് ഓർത്തോണം. അങ്ങനെ നമ്മൾ m+4ൻ്റെയും കണ്ടുപിടിച്ചു അല്ലേ. m+4നും ഈ പറഞ്ഞ m+2 പോലെ. ഇപ്പോൾ ഇവിടുത്തെ m+4 എടുക്കുമ്പോൾ ഓർത്തോണം 2 81 ബ്രോമിനും 1 79 ബ്രോമിനും. അപ്പം വേണേൽ നമുക്ക് ആദ്യമേ എടുക്കാം. ആദ്യമേ എ 79 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റിയുടെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം മറ്റേ രണ്ടും 81 ബ്രോമിനാണ്. അത് കഴിഞ്ഞ് ബി എന്ന് പറയുന്ന ബ്രോമിൻ 79 ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ കൊടുത്തിരിക്കുക. അപ്പം ബി മറ്റേ നമ്മുടെ എയും സിയും അന്നേരം 81 ബ്രോമിനായിരിക്കും. അത് കഴിഞ്ഞ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സി 79 ബ്രോമിനാകാനുള്ള, അന്നേരം എയും ബിയും 81 ബ്രോമിനായിരിക്കും. അന്നേരത്തെ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ ഇത് കിട്ടും കണ്ടോ. അപ്പം m+2 m+4 ഒരേ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് m+6 നോക്കാം. അതായത് എല്ലാം m+6 അതായത് എല്ലാ 81 ബ്രോമിൻ ആകാനുള്ള പ്രോബബിലിറ്റി നോക്കാം. എയും ബിയും സിയും 81 ആവാനുള്ളത്. ഓക്കെ, 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 അതായത് എത്ര വരും? ഓക്കെ, നമുക്കപ്പോൾ ആ പ്രോബബിലിറ്റി 1/8 എന്ന് കിട്ടി. ഇനി നമുക്ക് m+2 m+4 m+6 അതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ m+2 m+4 m+6 ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കോമ്പൗണ്ടില്ലേ, ഈ കോമ്പൗണ്ട് ഈ എമ്മിൻ്റെ ഇൻറ്റൻസിറ്റി ഭൂമിയിൽ നിന്നല്ല ഇത് എടുക്കുന്നത്. ഭൂമിയിൽ നിന്ന് അങ്ങനെ ഈ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ ഈ കോമ്പൗണ്ടിൽ ഒരു കൂട്ടമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒരു ഒറ്റ മോളിക്കുൾ എടുക്കുക. ഇതിൻ്റെ ഒറ്റ മോളിക്കുൾ എടുക്കുമ്പോൾ അത് m ആകാനുള്ള ചാൻസ് ഈസ്റ്റു അങ്ങനെ m ആകാനുള്ള ചാൻസ് അല്ല, നമ്മളിങ്ങനെ E/m ഈസ്റ്റു ഇൻറ്റൻസിറ്റി എടുക്കുകയല്ലേ. റേഷ്യോ. അപ്പോൾ നമ്മൾ ഇവിടെ കാണാം ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ഇത് അല്ലേ. ആ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഈ മാസ് സ്പെക്ട്രത്തിലെ ഇൻറ്റൻസിറ്റി. അന്നേരം നമ്മളിത് എർത്തിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്ന ആ പ്രോബബിലിറ്റി അനുസരിച്ച് നമ്മുടെ ബ്രോമിൻ കിട്ടുന്ന പ്രോബബിലിറ്റി അനുസരിച്ച് നമ്മുടെ മാസ് സ്പെക്ട്രത്തിൽ ഈ m എന്ന് പറയുന്ന മോളിക്കുലർ അയോൺ സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന m എന്ന് പറഞ്ഞ ഒറ്റ പീക്ക് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാസ് സ്പെക്ട്രത്തിൽ. പക്ഷേ ഈ ഐസോട്ടോപ്പുകളുടെ പ്രസൻസ് ബ്രോമിന്റെ ഐസോട്ടോപ്പുകളുടെ പ്രസൻസ് m+2 എന്നും m+4 എന്നും m+6 എന്നും ഉള്ള ഈ 3 സിഗ്നലിന്റെ പ്രസൻസിന് കാരണമാകുന്നുണ്ട്. അപ്പം ഈ മൂന്നല്ല ടോട്ടൽ 4 മോളിക്കുലർ അയോണിനെ കൂട്ടി 4 സിഗ്നലിന്റെ പ്രസൻസിന് കാരണമാകുന്നുണ്ട്. അപ്പം ഈ 4 സിഗ്നലിന് ഒരേ റേഷ്യോ ആയിരിക്കുമോ? ആയിരിക്കില്ല. ആ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ആ ബ്രോമിൻ്റെ
ബ്രോമിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് അല്ലെ ഏതെല്ലാം രീതിയിൽ ഇപ്പം അറേഞ്ച് ചെയ്യാമെന്ന് കണ്ടില്ലേ, ആ ഒരു രീതിയിലായിരിക്കും പ്രൊബബിലിറ്റി ഓരോ ഐസോട്ടോപ്പിനും ഓരോ പ്രൊബബിലിറ്റി ആണല്ലോ. ആ പ്രൊബബിലിറ്റി പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റും എ ആണോ ബി ആണോ സി ആണോ എന്നുള്ള അറേഞ്ച്മെൻറ്റും അനുസരിച്ച് നമുക്ക് ഇൻറ്റൻസിറ്റി കിട്ടും. ഇതിപ്പോൾ ബ്രോമിൻ്റെ ആണ് നമുക്കിത് അത്ര വിശദീകരിച്ച് പറയാൻ പറ്റില്ല. ക്ലോറിൻ്റെ ഒക്കെ കേസിൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുവേ. കണ്ടോ അന്നേരം ഇവിടെ കണ്ടോ ഈ മാസ് സ്പെക്ട്രത്തിൽ അപ്പം ഈ ഇൻറ്റൻസിറ്റി വേഴ്സസ് C/M ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതെ അതെ അതെ. അപ്പം എല്ലാം ഒറ്റ ബ്രോമിനായിരുന്നു M മാത്രമേ കാണുള്ളായിരുന്നു. അപ്പം M+2 എന്ന് പറഞ്ഞ സിഗ്നലുണ്ട്, M+4 എന്ന് പറഞ്ഞ സിഗ്നലുണ്ട്, M+6 ഉണ്ട്. ഇതെല്ലാം 1:3:3:1 എന്നുള്ള ആ ഒരു റേഷ്യോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു റേഷ്യോയാണ് നമ്മൾ കാൽക്കുലേഷനിലൂടെ ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ.